إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-അംബിയ 66-67 വചനങ്ങൾ. ഖാല, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അഫതഅ്ബുദൂന, നിങ്ങൾ ആരാധിക്കുകയാണോ മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെയുള്ള ഈ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയാണോ? മാലായൻഫഉകും, നിങ്ങൾക്കൊരുപകാരവും ചെയ്യാത്ത, ഷൈഅനൊന്നും തന്നെ, വലായദുറുക്കും, നിങ്ങൾക്കൊരുപദ്രവവും ചെയ്യാത്ത, നിങ്ങൾക്കൊരുപദ്രവവും ഏൽപ്പിക്കാത്ത, നിങ്ങൾക്കൊരുപകാരവും ചെയ്യാത്ത ഈ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇത് തികച്ചും നിരർത്ഥകമല്ലാത്ത ശൂന്യമല്ലേ? എന്തൊരു കാര്യമുണ്ട് ഇതിനെയൊക്കെ ആരാധിക്കാൻ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വിഗ്രഹാരാധകരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തോട് ചോദ്യമുന്നയിക്കുന്നത്. അവരെ തിരുത്തി യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സന്ദേശത്തോടു കൂടിയാണ് ഇബ്രാഹിം നബി അത് ചോദിക്കുന്നത്. ശേഷം ഇബ്രാഹിം നബി പറയുന്നു, നിങ്ങൾക്കും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ വസ്തുക്കൾക്കും ലജ്ജാകരം തന്നെ. ഈ കാര്യം വളരെ ലജ്ജാകരം തന്നെ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ഒഫിൻലക്കും, നിങ്ങൾക്ക് ഛേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യംഗ്യമായി ലജ്ജാകരം എന്നും വരും. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? എന്താണ് ഈ നിരർത്ഥകമായ ഈ പ്രവൃത്തിയുടെ, ഈ അർത്ഥശൂന്യമായ ഈ പ്രവൃത്തിയുടെ പൊരുളെന്താണ്? നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? എന്താണ് ഈ പാരമ്പര്യവാദം കൊണ്ട് നടന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളതെന്താണ് എന്ന് ഇബ്രാഹിം നബി തീർത്തും വീണ്ടും വീണ്ടും അവരെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ആ പാരമ്പര്യവാദത്തിൽ നിന്നും അവർ മാറാനൊരുക്കമല്ല. നോക്കൂ നിങ്ങൾ, ഇതൊരു വലിയൊരു കുടുക്കാണ്. എന്നും നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് വിടുതൽ ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം ഈ പാരമ്പര്യവാദം തന്നെയാകുന്നു. അതിനാൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഭയപ്പെടണം എന്നേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.